ഭക്തിനിർഭരമായി കരിക്കം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം കടുത്ത വേനലിലും ആയിരക്കണക്കിന് സ്ത്രീകൾ പൊങ്കാല സമർപ്പിച്ചു. നിവേദ്യ സമർപ്പണ ചടങ്ങുടൻ ആരംഭിക്കും എന്ന് വ്യക്തമാവുന്നു. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, വിശദാംശങ്ങൾ. ചടങ്ങ് ഇപ്പോൾ എന്താണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഈ പൊങ്കാലക്കളത്തിന് നടുവിലാണ്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ 4 മണി മുതൽ ഭക്തിസാന്ദ്രമായിരുന്നു ക്ഷേത്ര പരിസരം. കാരണം അവർ അത്രയേറെ ആഗ്രഹിച്ച്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം അത്രയേറെ ആഗ്രഹിച്ച് ഇവിടെ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കാനായി ഒരു നിമിഷങ്ങളിലൂടെ, അതായത് അമ്മയ്ക്ക് വളരെ ആഗ്രഹ സഫലീകരണത്തിനായി അല്ലെങ്കിൽ വളരെ പ്രാർത്ഥനകളോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള നൈവേദ്യം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലുള്ള അറിയിപ്പ് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ലഭിച്ചു. ഇപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ക്ഷേത്രം തന്ത്രിയും പൂജാരിയും അടക്കമുള്ളവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ക്ഷേത്രം തന്ത്രിയും പൂജാരിയും അടക്കമുള്ളവർ ഇവിടെ ശുദ്ധ പുണ്യാഹം അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിവേദ്യ കലങ്ങളിൽ ശുദ്ധ പുണ്യാഹം തെളിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ദൃശ്യങ്ങൾ കാണുകയാണ്. പൂജാരി ആ കർമ്മം നിർവഹിക്കുകയാണ്. ശുദ്ധ പുണ്യാഹം നടത്തി ഇവർ ഈ ദേവിക്ക് ഈ നൈവേദ്യം സമർപ്പിച്ചു, അങ്ങനെ തന്നെ അവർ വിശ്വസിക്കുന്നു. ആ ചടങ്ങുകളാണ് ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കരിക്കകം ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള പൊങ്കാലക്കലങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നിരവധിയായിട്ടുള്ള, അതായത് ഈ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലൊക്കെ പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. അത് കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. അത് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം അവർ വളരെ ഭക്തിസാന്ദ്രമായി തന്നെ കാത്തിരുന്നത് ഈ കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ കരിക്കകം ദേവി എന്ന് പറയുന്നത് എല്ലാ ആഗ്രഹ സഫലീകരണത്തിനും അല്ലെങ്കിൽ ഇഷ്ടവരദായനി പറഞ്ഞു. കരിക്കം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ കടുത്ത വേനലുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞു. നിവേദ്യ സമർപ്പണ ചടങ്ങാണ് ഇനി നടക്കാനുള്ളത്. അതിന്റെ ചടങ്ങുകളുടെ ആരംഭം ഇവിടെ കുറിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ അത്തരത്തിൽ ഇന്ന് 7ാം മഹോത്സവ ദിവസമാണ്. പൊങ്കാല മഹോത്സവം കഴിഞ്ഞ 7 ദിവസമായി ചാമുണ്ഡി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ അവസാന ദിവസമാണ് ഇന്നാണ് എല്ലാ വർഷവും ഇവിടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കാറുള്ളത്. അതിന്റെ ഒരു അവസാനം, അതായത് ഇന്ന് രാത്രി അത്താഴ പൂജയോടുകൂടി തന്നെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ അവസാനിച്ച് ഇനി ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക്. ആറ്റുകാൽ പൊങ്കാലയ്ക്കും കരിക്കകം ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുമായൊക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പുണ്ട്. അവർ ഇഷ്ടവരദായ ാണ് കരിക്കകം ദേവി എന്ന് തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കനത്ത ചൂടിലും, വലിയ ചൂടും, നമുക്ക് പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ ചൂടിലുമൊക്കെ ഇവർ ഇങ്ങനെ അത് അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർവ്വം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങുകളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ തന്നെയാണ് ക്ഷേത്ര പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശുദ്ധ പുണ്യാഹ ചടങ്ങ് കഴിയുന്നതോടുകൂടി തന്നെ ഇവർ അമ്മക്ക് ഈ നൈവേദ്യം സമർപ്പിച്ചു. അത് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാനായി, അവരുടെ പ്രാർത്ഥനകൾ സഫലീകരിക്കാനായി ഈ നൈവേദ്യം സമർപ്പിച്ചു എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരാറുണ്ട്. ആദ്യമായിട്ടാണ്. അനുഭവം എന്താ? വളരെ സന്തോഷം. ഭയങ്കര, ഞങ്ങൾ കഴിഞ്ഞ മാസം വന്നതാണ്. വന്നിട്ട് പിന്നെ ഈ മാസം പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. അതെ, ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇന്ന് വിഭവം എന്തായിരുന്നു? പായസമായിരുന്നു, സർക്കാർ പായസമായിരുന്നു. ദേവിക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണ്. ഇഷ്ടപ്പെട്ട വിഭവം. എല്ലാ കൊല്ലവും വരാറുണ്ടോ? ഇല്ല, 2 വർഷമായിരുന്നു. അമ്മ എന്തായിരുന്നു പ്രാർത്ഥനകൾ ദേവിയോട്? ദേവിയോട് എൻ്റെ മനസ്സിലുള്ള എല്ലാം പ്രാർത്ഥിച്ചേ. ദേവി എല്ലാം നടത്തി തരും എന്നുള്ള വിശ്വസിക്കുന്നു. എല്ലാ കൊല്ലവും വരാറുണ്ട്? 3-4 വർഷം കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. അതായത് ഇന്ന് പുലർച്ചെ 4 മണി മുതൽ ഇവിടെ എത്തി ഈ ആദ്യം ക്ഷേത്ര ദർശനം നടത്തി, അതിനുശേഷം ഈ പൊങ്കാല കലങ്ങളും ഈ ഇഷ്ടികയും അങ്ങനെയുള്ള സാധനങ്ങളും ഇഷ്ടിക കലങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളായിരുന്നു നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് ഇവർ, അതായത് കരിക്കകം ദേവി ക്ഷേത്രത്തിൽ അവർ ഭക്തജനങ്ങൾ ഈ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് മടങ്ങുന്നു. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അത് ഇനി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനകളോടുകൂടിയുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പാണ്.
ശരി, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.